വെൽക്കം ടു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പട്ടായയിലെ ഒഴുകുന്ന ചന്ത. അതിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ പ്രവേശന കവാടത്തിലാണ്. ഉച്ചഭക്ഷണമെല്ലാം കഴിച്ച് നമ്മളിപ്പോൾ അതിൽ പ്രവേശിക്കാൻ തുടങ്ങിയാണ്. ഒരു കാലഘട്ടത്തിൽ തായ്ലൻഡിലെ ജനങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്ന് പറയുന്നത്. പ്രധാനമായും 20ഓളം ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളാണ് ടൂറിസത്തിനായി തായ്ലൻഡിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. ജലഗതാഗത സംവിധാനമുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ തായ്ലൻഡിൽ ഉടനീളം ഇപ്പോഴും സജീവമാണ്. തായ്ലൻഡിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അവരുടെ കാർഷികോൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും കൈത്തറി വസ്തുക്കളും അതുപോലെ അവർ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുവോ അതെല്ലാം വള്ളത്തിലോ ചെങ്ങാടത്തിലോ കൊണ്ടുവന്ന്, പണ്ട് കാലങ്ങളിലെല്ലാം വാഹന ഗതാഗതം സുഗമമാകുന്നതിന് മുൻപ്, വഴിയെല്ലാം വെട്ടുന്നതിന് മുമ്പ് ഇവർ ഇങ്ങനെയാണ് ഇവിടെ വാണിജ്യ അടിസ്ഥാനത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഈ വക ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ ഉള്ളവരും ഇത് വാങ്ങുവാനുള്ളവരും ഇവിടേക്ക് സാധനം വള്ളത്തിൽ കൊണ്ടുവരികയും അത് ഇവിടെ വിറ്റഴിച്ച് ഇവർക്ക് വേണ്ട വസ്തുവകകളുമായി ഇവർ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ ഇവരുടെ തായ്ലൻഡിലെ ജനങ്ങളുടെ നൃത്തവും പാട്ടും കായിക അഭ്യാസവും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് പണ്ട് കാലങ്ങളിൽ ഇവർക്ക് പണമല്ല നൽകിയിരുന്നത്. ഇവിടെ കാർഷികോൽപ്പന്നങ്ങളെല്ലാം വിൽക്കുന്നതിന് കൊണ്ടുവരുമ്പോൾ ഇവർക്ക് വാഴയ്ക്കയും പച്ചക്കറിയും അതുപോലെ ഇവരുടെ കാർഷികോൽപ്പന്നങ്ങളോ മറ്റ് ഉൽപ്പന്നങ്ങൾ എന്താണോ അതെല്ലാമാണ് ഈ കലാകാരന്മാർക്ക് പ്രതിഫലമായി നൽകിയിരുന്നത്. ഇന്ന് നൽകുന്നത് പണമാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പണം ഇവർക്കെല്ലാം കൊടുക്കാം. ഈ നിൽക്കുന്ന ചേച്ചി ഇവർക്ക് 6.5 അടി ഹൈറ്റുള്ള ഒരു സ്ത്രീയാണ്. അവരൊരു പ്രച്ഛന്നവേഷം എന്ന രീതിയിൽ ഇവരുടെ പ്രാചീനമായ ഈ തായ്ലൻഡിലെ ഒരു പ്രാചീന വേഷ സംവിധാനത്തിലാണ് ഇപ്പോൾ ഇവിടെ. ഇങ്ങനെ 1-2 ആൾക്കാർ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ വരുന്ന സഞ്ചാരികൾ ടിപ്പ് എന്ന പോലെ ചെറിയ തുക സമ്മാനമായി നൽകുന്നുണ്ട്. അവരോടൊപ്പം ഫോട്ടോ എടുക്കുന്നതിന് 10 ബാത്ത് 20 ബാത്ത് അങ്ങനെ ചെറിയ ചെറിയ ചാർജുകൾ ഇവർ ഈടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പണം കൊടുത്തില്ല എങ്കിലും ഇവർ തിരിച്ച് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ തൊട്ട് പുറകിൽ കാണുന്ന ഈ തടാകത്തിൽ ബോട്ട് വരും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തട്ടടിച്ച് വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലാണ് ഈ കലാപരിപാടികളും കച്ചവടവും നമ്മൾ നടക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഇതിൻ്റെ മുകളിലാണ്. അതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ ഈ മാർക്കറ്റ് ഒഴുകുന്നില്ല. മാർക്കറ്റ് സ്ഥായിയായി തന്നെ മരത്തിൻ്റെ തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബോട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ സഞ്ചരിക്കുന്നതിൻ്റെ ഇരുഭാഗത്തും കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ എല്ലാം വിൽക്കുന്നുണ്ട്. നല്ല രസകരമായ ഒരു യാത്രയാണ്. ഇങ്ങനെ നമുക്ക് ഇന്ത്യയിൽ കൽക്കട്ടയിൽ എവിടെയോ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉള്ളതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. കൽക്കട്ടയിൽ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. കൽക്കട്ടയിൽ എവിടെയോ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് ഞാൻ വിശദമാക്കി തരാം. തായ്ലൻഡിലെ നദികളിലും കായലുകളിലുമായി സ്ഥാപിച്ചിട്ടുള്ള പരമ്പരാഗത വാണിജ്യ കേന്ദ്രങ്ങളെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എന്ന് വിളിക്കുന്നത്. തായ്ലൻഡിലെ പരമ്പരാഗത വാണിജ്യ സംവിധാനത്തെ ടൂറിസത്തിൻ്റെ ഭാഗമാക്കി വിനോദസഞ്ചാരികളെ തായ്ലൻഡിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഇതിനെ ടൂറിസത്തിൻ്റെ ഭാഗമാക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം. നൂറ്റാണ്ടുകളായി തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ തായ്ലൻഡിലെ സമതല പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ കച്ചവടത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. വൻകിട ഷോപ്പിംഗ് മാളുകൾ വരുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളായിരുന്നു ജനങ്ങൾക്ക് ആശ്രയം. കാരണം ഇത് അവരുടെ സംസ്കാരത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും മാർഗങ്ങളായിരുന്നു. അയുത്തായ ഭരണകാലഘട്ടത്തിൽ, അതായത് 1350 1767 കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ തായ്ലൻഡിൽ പലയിടത്തായി വ്യാപകമാകുന്നത്. വാഹന സംവിധാനവും കാൽനട യാത്രയും ദുഷ്കരമായിരുന്ന കാലഘട്ടത്തിൽ
തായ്ലൻഡിലെ ജനങ്ങൾക്ക് കാർഷികോൽപ്പന്നങ്ങളും കൈത്തറി ഉൽപ്പന്നങ്ങളും അവരുടെ കരകൗശല വസ്തുക്കളും വിപണനം ചെയ്യുക ബുദ്ധിമുട്ടായിരുന്നു. ജലത്തിലൂടെയുള്ള ചരക്ക് നീക്കം സുഗമമാണ് എന്ന് മനസ്സിലാക്കിയ കർഷകരും മറ്റും ചെറിയ ചെറിയ കനാലുകളിലൂടെ വള്ളത്തിലും ചങ്ങാടത്തിലും തുഴഞ്ഞു വന്ന് പല സ്ഥലങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പിന്നീട് ഈ മാർക്കറ്റുകൾ വലിയ രീതിയിൽ പണിത് മുഖച്ഛായ മാറ്റിയെടുക്കുകയായിരുന്നു. കനാലിലും കായലുകളിലുമായി മരത്തിൻ്റെ തൂണുകൾ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ തട്ടടിച്ചാണ് മാർക്കറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല, ചെറുവള്ളങ്ങളിലും ചെങ്ങാടങ്ങളിലും കർഷകരും കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവരും കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് വള്ളത്തിലും ചെങ്ങാടത്തിലുമിരുന്ന് വിൽക്കുന്നതിനുള്ള സൗകര്യവും ഇവിടുണ്ട്. തായ്ലൻഡുകാരുടെ പരമ്പരാഗതമായ വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും കൈത്തറി ഉൽപ്പന്നങ്ങളും എല്ലാവിധ നാടൻ തായ് ഭക്ഷണപാനീയങ്ങളും ഇവിടെ ലഭ്യമാണ്. തായ്ലൻഡ് ടൂറിസത്തിലെ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ തന്നെയാണ്. 1971 ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ ടൂറിസത്തിനായി തുറന്നു കൊടുക്കുന്നത്. ഈ മാർക്കറ്റിനുള്ളിലൂടെയുള്ള സഞ്ചാരത്തിന് ഇവിടെ തന്നെ ബോട്ടുകൾ വാടകയ്ക്ക് ലഭിക്കുന്നുണ്ട്. വളരെ രസകരമാണ് ഇതിലൂടെയുള്ള ബോട്ട് യാത്ര. ഇരു കരകളിലുമുള്ള കച്ചവട സ്ഥാപനങ്ങൾ കണ്ട് യാത്ര ചെയ്യാം. ചിലപ്പോൾ നമ്മൾ വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമീപത്തു കൂടി മുതലക്കറിയുമായി വള്ളത്തിലോ ചെങ്ങാടത്തിലോ കച്ചവടക്കാർ വന്ന് നമ്മൾക്ക് വേണമെങ്കിൽ ഇവരോട് ഈ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യവും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ജലാശയത്തിലുണ്ട്. ഇന്ന് വിദേശികളും സ്വദേശികളുമായി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ ഇത് സന്ദർശിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. ഇങ്ങനെയുള്ള നിരവധി ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളാണ് ഇപ്പോൾ തായ്ലൻഡിൽ ടൂറിസത്തിനായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ഡീസൽ എഞ്ചിനുള്ള ഒരു ബോട്ടിലാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന്. ഈ കാണുന്ന തൂണുകൾക്ക് മുകളിലാണ് ഈ മാർക്കറ്റുകൾ തട്ടടിച്ച് ഒരു പ്ലാറ്റ്ഫോം പോലെ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ വള്ളത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കരയിൽ കയറുന്നു. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇത് ഇവരുടെ ഒരു കലാരൂപമാണ്. നമ്മുടെ നാട്ടിലെ ഭരതനാട്യം പോലെ എന്തൊരു നൃത്തമാണിത്. പല സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും ഇവിടെ ഇത് ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള വേഷവിധാനത്തിൽ ഇവരുടെ ഇങ്ങനെയുള്ള ഡാൻസുകൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ജലാശയത്തിന് സമീപത്തായി ഒരു കരയിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വള്ളമാണിത്. ഇതിൽ മീൻ പിടിക്കുന്ന കൂടകളും തേങ്ങയും എല്ലാം വെച്ചിരിക്കുന്നു. രാവിലെ കൊണ്ടുവന്നിട്ടതാണെന്നാണ് തോന്നുന്നത്. ഇത് വൈകുന്നേരം പോകുമ്പോൾ ഇവർ ഇതിൽ ഇവരുടെ സാധനങ്ങളെല്ലാം കയറ്റി തിരിച്ചു പോകും. ഫാർമസി അടക്കം നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിലുണ്ട്. എല്ലാവിധ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആഭരണങ്ങളും A to Z നാടൻ ഭക്ഷണവും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തായ്ലൻഡിൽ ഏറ്റവും കൂടുതൽ നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളിലാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള വലിയ 1-2 മാളുകളിൽ പോയപ്പോൾ ഇവിടെയുള്ള അതേ ഭക്ഷണ പദാർത്ഥങ്ങൾ തായ് ഫുഡുകൾ അവിടെ ഇതിലും പൈസ കൊടുത്ത് നമ്മൾ കഴിക്കേണ്ടതായി വരും. ഇവിടെ ഇപ്പോൾ പ്രധാനമായും ഇവരുടെ നാടൻ ഭക്ഷണം എന്ന് പറയുന്നത് ചീവീട് തൊട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന കരിവണ്ട് മുതൽ പാമ്പ് വരെയുള്ള സർവത്ര ജീവികളും ഇങ്ങനെയുള്ള ചെറു ജീവികൾ മുതൽ മുതല വരെ ഇവിടെ ഇതിപ്പോൾ ഒരു മുതലയുടെ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ രുചികരമാണ് ഈ മുതലയെല്ലാം. ഞാനും ഈ വക ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കഴിക്കുന്നതിന് വേണ്ടി എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു എന്നതും ഈ യാത്രയുടെ ഒരു പ്രത്യേകതയാണ്. എല്ലാവിധ സാധനങ്ങളും എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളും പൈസ കുറച്ച് കയ്യിലത്തെ പോയാലും കുഴപ്പമില്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. പണ്ടൊരിക്കൽ ഞാൻ നാഗാലാൻഡിൽ പോയപ്പോൾ ഇതിൽ ബഹുഭൂരിപക്ഷവും കഴിച്ചിരുന്നു. ഇപ്പോൾ ഇത്രയധികം വെറൈറ്റി ഫുഡ് നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു സൈഡ് തൊട്ട് മ്യാൻമർ
ഇങ്ങനെ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങളാണ്. നമ്മുടെയൊക്കെ നാട്ടിൻപുറത്താണ് ബ്രോയിലർ കോഴിയും നല്ല പോത്തിറച്ചിയും ഫാമിൽ വളർത്തുന്ന പന്നിയും എല്ലാം കഴിക്കുന്നത്. ഇവരിങ്ങനെയുള്ള സർവത്ര സാധനങ്ങളെയും പിടിച്ച് ഭക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. ഇപ്പം നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ, ഇത് മുതലയുടെ തലയാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ പോത്തിറച്ചി വിൽക്കുന്നിടത്ത് പോത്തിൻ്റെ തല വയ്ക്കും, എന്നിട്ട് കാളയിറച്ചി വിൽക്കും. ഇതങ്ങനെയല്ല കേട്ടോ, ഇത് മുതലയുടെ തല തന്നെ വെച്ചിട്ടാണ് ഇവിടെ മുതലിറച്ചി വിറ്റുകൊണ്ടിരിക്കുന്നത്. മുതലിറച്ചി മുതൽ കഞ്ചാവ് തൊട്ട് സർവത്ര സാധനങ്ങളും ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു എക്സൈസ് ഇല്ല, ഒരു പോലീസ് ഇല്ല, ആരും കള്ളു കുടിച്ച് തലയും കുത്തി മറിയുന്നില്ല, അതിലേ പോകുന്ന സ്ത്രീകളെ ആരും തോണ്ടുവാൻ പോകുന്നില്ല, ആരും വായി നോക്കുന്നില്ല, ഒരു കലാപരിപാടിയും അവിടെ നടക്കുന്നില്ല. ഞാനിപ്പോൾ അവിടുന്ന് ഒരു മുതല ഇറച്ചിയുടെ ഒരു പീസ് മേടിക്കുകയാണ്. ഞാനത് 150 ബാത്താണ്, ഒരു സ്റ്റിക്കിലാണ് കിട്ടുന്നത്. അവരുടെ നാടൻ മസാലയെല്ലാം തൂത്ത് ഇതിനെ പ്രത്യേകം തയ്യാറാക്കി അടുപ്പിൽ നല്ല രീതിയിൽ ചുട്ടെടുത്തിട്ടാണ് നമുക്ക് നൽകുന്നത്. കൂടെ വന്ന എല്ലാവരും ഇത് മേടിക്കാൻ മടിച്ച് മാറി നിൽക്കുകയാണ്. കാരണം അറപ്പാണ് എല്ലാവർക്കും. മറക്കരുത്, ഇങ്ങനെ അതിനെ നമുക്ക് പിടിച്ചിങ്ങനെ ചുട്ട് അരച്ച് ഇതുപോലെ നല്ല ടേസ്റ്റുള്ള മുതല തന്തൂരി ഒരു വെറൈറ്റി ഐറ്റമായിട്ട് നമുക്ക് കേരളത്തിൽ തന്നെ തുടങ്ങാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണിത്. വില കൂടിയതും കുറഞ്ഞതുമായ എല്ലാവിധ കൂളിംഗ് ഗ്ലാസുകളും വിൽക്കുന്ന ഒരു കടയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാനും 800 ബാത്ത് മുടക്കി ഒരു കൂളിംഗ് ഗ്ലാസ് എല്ലാം മേടിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ 6-6.5 അടി ഉയരമുള്ള ഒരു ചേച്ചി ഇവിടെയും ഇരിക്കുന്നുണ്ട്. ഇവർക്കും പോകുന്നവരെല്ലാം നമ്മുടെയൊക്കെ നാട്ടിൽ ഭിക്ഷാടനം നടത്തുന്ന ആൾക്കാരെ കാണാം. പക്ഷേ ഇവർ ഭിക്ഷ യാചിക്കുകയല്ല ചെയ്യുന്നത്. ഇവരുടെ ഒരു പരമ്പരാഗത വസ്ത്രത്തിൽ ഈ മാർക്കറ്റിൽ പണ്ട് മുതലേ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വേഷം കെട്ടി ഇവർ ശിഖണ്ഡികളാണ് എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ പരിശോധനയ്ക്കൊന്നും നിന്നില്ല, പറയുന്നത് കേട്ടു അത്ര തന്നെ. ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെയെല്ലാം വേഷവിധാനം നടത്തി ഉപജീവനം നടത്തിയിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ ബസ്സും ഡ്രൈവറും ഞങ്ങളുടെ ഗൈഡുമെല്ലാം പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അൽസാർ ഷോ എന്ന് പറയുന്ന ഒരു ഷോ കാണുന്നതിന് വേണ്ടിയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രാചീന നൃത്ത കലാരൂപമാണിത്. അടുത്ത വീഡിയോ ഈ ഷോയുടേതാണ്, കാത്തിരിക്കുക.